നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് രാവിലെ കുറച്ച് മുരിങ്ങക്കായ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത്തിരി നന്നായിട്ട് മൂത്ത മുരിങ്ങക്കായാണ്. അപ്പൊ ഇങ്ങനെ വല്ലാണ്ട് മൂത്ത മുരിങ്ങക്കായ ആവുമ്പോൾ കുരുവൊക്കെ ഇത്തിരി ഹാർഡായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇത് സാമ്പാറിലിട്ട അത്രയ്ക്ക് നന്നായിരിക്കില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന്റെ ഉള്ളിലെ കഴമ്പുണ്ടല്ലോ, കാമ്പ്, അതെല്ലാതും എടുത്തിട്ട് ചിരണ്ടി എടുത്തിട്ട് നമുക്ക് നല്ല തോരൻ വെക്കാം കേട്ടോ. ഓക്കെ, കണ്ടോ, അതാകുമ്പോൾ 6 കുരുണ്ട് ഇതിനുള്ളിൽ. പക്ഷെ കുരുവിനേക്കാൾ ഉപരിയായിട്ട് കുറച്ച് കഴമ്പും ഇതിനുള്ളിൽ ഉണ്ട്. ചെറുതായി ഇങ്ങനെ എടുക്കാം. ഒരുപാട് മുരിങ്ങക്കായ ഉണ്ടാവുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കും. പക്ഷെ ഇത് നമ്മുടെ വീട്ടിലുണ്ടായതല്ല കേട്ടോ, ഇത് വാങ്ങിയതാണ്. അപ്പോൾ കത്തി കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒക്കെ നമുക്ക് എടുക്കാം കേട്ടോ. ചെറുതാക്കി അതിങ്ങനെ എടുക്കാം. കുരു മൂത്തതാണ്, അപ്പൊ കുരു നമുക്ക് കളയാം. വല്ലാണ്ട് മൂത്ത കുരു സ്വാദില്ല, കയ്പുണ്ടാവും. എന്നിട്ട് സ്പൂൺ കൊണ്ടായാലും ഇതാ ഇങ്ങനെ എടുത്താൽ മതി, സുഖമായിട്ട് കിട്ടും. ഇത്രയും മുരിങ്ങക്കായയുടെ കാമ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കുരുവൊക്കെ ഞാൻ കളഞ്ഞു, മൂത്ത കുരു ആയതുകൊണ്ട് തന്നെ കളഞ്ഞു. ഇതതിൻ്റെ തൊണ്ടും കളയാം. ഇതിലേക്ക് ഒരു ഇടത്തരം സവാള നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അത്ര പൊടിയായിട്ട് അരിയണ്ട, ഇത്തിരി വലുപ്പത്തിൽ. ഇതേപോലെ അരിഞ്ഞെടുത്തു. പച്ചമുളക് ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ മുളകായതുകൊണ്ട് 4 എണ്ണം. അപ്പോൾ നമ്മളുടെ മുരിങ്ങക്കായ എല്ലാം ഞാൻ പൊളിച്ച് കുരുവിന് കയ്പുണ്ട് ഇത്തിരി കേട്ടോ. കുരു കളഞ്ഞിട്ട് അതിൻ്റെ ആ കാമ്പ് മാത്രം സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുത്തു. ചില കുരു ഞാൻ കടിച്ച് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, അതിന് കയ്പ് പോലെ. അപ്പോൾ അത് കളഞ്ഞു കേട്ടോ. പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ട് ഒരു മീഡിയം സൈസ് സവാള ഒരെണ്ണം നുറുക്കി വെച്ചു. പച്ചമുളക് 2-3 എണ്ണം അത് കീറിയിട്ട് നുറുക്കി വെച്ചു. പിന്നെ കുറച്ച് നാളികേരം അതിലേക്ക് ആവശ്യമുണ്ട്. നമുക്ക് തോരനല്ലേ, ടേസ്റ്റ് ഉണ്ടാവാൻ നല്ലതാണ്, ഒലർന്ന് കിട്ടാനും നല്ലതാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം, തീ കത്തിക്കാം. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കടുകിടാണ്. 2 ടീസ്പൂൺ കടുകിട്ടു. 2 ടീസ്പൂൺ, എൻ്റെ ടീസ്പൂൺ ചെറുതാണ് കേട്ടോ, ഐസ്ക്രീമിൻ്റെ ടീസ്പൂണാണ് കേട്ടോ. കടുക് പൊട്ടി കഴിയാറായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉഴുന്നുപരിപ്പിടാം കേട്ടോ.
ഉഴുന്ന് പരിപ്പ് നന്നായിട്ടൊന്ന് ചുവന്ന കളറാവുമ്പോൾ ഒരു വറ്റൽമുളക് ഇടാം. വറ്റൽമുളക് പൊട്ടിച്ചിട്ടു. പിന്നെ പച്ചമുളക് ഇടാം, സവാള, കറിവേപ്പില, നമുക്ക് ഈ സ്പൂണ് കൊണ്ട് നമ്മളിങ്ങനെ കാമ്പെട്ട് വച്ചല്ലേ അതില്ലാണ് കേട്ടോ. ഇട്ടു. കുറച്ച് മല്ലിപ്പൊടി അല്ല മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ആവശ്യത്തിന് ഉപ്പുപൊടി ഇട്ടു. ഒന്ന് അടച്ചു വയ്ക്കാം. അതിലേക്ക് നമുക്ക് നാളികേരം ഉണ്ടല്ലോ ഒന്ന് ഒതുക്കിയിടാക്കാം. നാളികേരം ഒരു കളർ കിട്ടാനായിട്ട് ഒരിത്തിരി ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നാളികേരം ഒതുക്കുമ്പോൾ നമുക്ക് 2-3 വെളുത്തുള്ളി കൂടി അതിലിട്ട് ഒതുക്കാട്ടോ. എന്താ കാരണം വെച്ചാൽ വെളുത്തുള്ളി ഗ്യാസിന് നല്ലതാണ്. ഈ മുരിങ്ങയുടെ ഇല, മുരിങ്ങയുടെ കായ ഇതിനൊക്കെ ഗ്യാസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് നല്ലതാണ് വെളുത്തുള്ളി ഇടുന്നത്, ജീരകമൊക്കെ ഇടുന്നത് നല്ലതാണ്. നമുക്കത് ഇടാം. ചില ആൾക്കാർക്ക് മുരിങ്ങയുടെ ഇല പിടിക്കില്ല വയറിന്. അതുപോലെ തന്നെ അധികമായിട്ട് കായും ഉപയോഗിക്കുമ്പോൾ പറ്റില്ല. ഒരു വയറിന് അസുഖം ഉണ്ടായിരിക്കും, ചിലപ്പോൾ ലൂസ് മോഷനൊക്കെ വരാം. എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല, ചിലർക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിൽ ഗ്യാസ് പ്രശ്നം. അപ്പോൾ ഒരു 4 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ചെറിയ പച്ചമുളക് ഇടാം. നാളികേരത്തിൽ 1 ടീസ്പൂൺ ജീരകവും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു പച്ചമുളകും കൂടിയിട്ട് ഇട്ടിട്ട് ഒറ്റ കറക്കി ഒന്ന് ഒതുങ്ങി കിട്ടി. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഇട്ടു. അത് ഒട്ടും തന്നെ വെള്ളം പാടില്ല. ഞാനത് പിടിച്ചതുണ്ടല്ലോ എൻ്റെ കയ്യിൽ നിന്ന്. ഞാൻ പെട്ടെന്ന് അത് എന്തോ എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി. പറയുകയാണ് അത് കാരണം കേട്ടോ. ഇനിയിപ്പോൾ കാണിക്കാൻ പറ്റില്ലോ. കണ്ടോ, നാളികേരം ചേർത്തിട്ടുണ്ട്. കണ്ടോ, നാളികേരം, ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് കറക്കിയിട്ട് അതിലിട്ടു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കറിവേപ്പില ഇട്ടു. തീ ഓഫാക്കി പണി കഴിഞ്ഞു കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചില്ല കേട്ടോ. ഇത്ര മതി. വെളിച്ചെണ്ണ മുമ്പ് ഒഴിച്ചിട്ടുണ്ടല്ലോ. ഇപ്പം നല്ല ടേസ്റ്റാണത്. ഇതാ സൂപ്പറാണ്. അപ്പം കുറച്ചേ ഉണ്ടാവുള്ളൂ എന്ന് മാത്രം. കാരണം ഉള്ളിൽ നിന്ന് കുറച്ചല്ലേ കിട്ടുള്ളൂ. ഞാൻ വെറും 3 മുരിങ്ങക്കായാണ് ഉണ്ടാക്കിയത്. സവാള ചേർത്തുണ്ട് 1 നല്ല ടേസ്റ്റാണ്. പിന്നെ ജീരകം സാധാരണ ഞാൻ തോരൻ വയ്ക്കുമ്പോൾ ജീരകവും അതുപോലെ വെളുത്തുള്ളിയും ചേർക്കാറില്ല. നാളികേരം ഒതുക്കാറുമില്ല. വെറുതെ ഇങ്ങനെ ഇടാറ് പതിവുള്ളൂ. ഇന്ന് ചേർത്ത് എന്തിനാന്ന് വെച്ചാൽ ഒതുക്കാൻ കാരണം ജീരകം വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതഞ്ഞ് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുരിങ്ങക്കായയിൽ മുരിങ്ങയുടെ ഇലയ്ക്കൊക്കെ ചിലപ്പോൾ ഗ്യാസ് പ്രശ്നം ഉണ്ടാവാം. അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് ഒരു വെറൈറ്റി തോരനാണ് കേട്ടോ.
നിങ്ങൾക്കിത് ഇഷ്ടമാവാതിരിക്കില്ല. എന്തായാലും ഉണ്ടാക്കി നോക്കൂ. എന്തായാലും അറിയാലോ, പ്രഷറുകാർക്കൊക്കെ മുരിങ്ങയുടെ ഇല നല്ലതാണ്. മുരിങ്ങയുടെ ഇല, മുരിങ്ങയുടെ കായ ഇതൊക്കെ കറി വെച്ച് കഴിക്കണതും, അതുപോലെ തന്നെ മുരിങ്ങയുടെ തൊലി ഉണ്ടല്ലോ, തൊലി വെട്ടിയിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെള്ളമൊക്കെ കുടിച്ചാൽ പ്രഷർ കുറയുന്നൊക്കെയാണ് പറയണത്. ഞാൻ ഡോക്ടറൊന്നുമല്ല കേട്ടോ, അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും ഇലയും കായും നമുക്ക് കഴിക്കാമല്ലോ. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നല്ല സ്വാദാണ് കേട്ടോ. ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ. അധികം ആൾക്കാരുണ്ടെങ്കിൽ ഇത്ര ഉണ്ടാക്കിയാലും മതിയാവില്ല. ഒരു 3, 4, 5 ആൾക്കാരുണ്ടെങ്കിലും ഇത് മതിയാവും. അപ്പോൾ നല്ല ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ്. ഇത് മാത്രം ഉണ്ടാക്കി ഊണ് കഴിക്കാൻ പറ്റൂ കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. അധികം മുരിങ്ങക്കായ കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്യാം. നമ്മുടെ വീട്ടിലൊക്കെ മുരിങ്ങമരം ഉണ്ടെങ്കിലേ ആരാണ് ഉണ്ടാവില്ലേ, അപ്പോൾ ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പം ഇന്നത്തെ നമ്മുടെ ഉച്ചഭക്ഷണം ഇതൊന്ന് കുമ്പളങ്ങ മോരൊഴിച്ച് വെച്ച കറി. സൂപ്പർ അല്ലേ? കുമ്പളങ്ങ മോരൊഴിച്ച് വെച്ച കറി, പിന്നെ മുരിങ്ങക്കായ തോരൻ, മാങ്ങ കറി. ഊണ് കഴിച്ചാലോ? സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഞാൻ ഊണ് കഴിക്കാൻ പോവാണ് കേട്ടോ. ചോറെടുക്കാം. ചോറെടുത്തു. മൈ ഫേവറേറ്റ് കറി കുമ്പളങ്ങ മോരൊഴിച്ച് വെച്ച കറിയാണ് കേട്ടോ. ഹൈ ടേസ്റ്റാണത്. കുമ്പളങ്ങ മോരൊഴിച്ച് വെച്ചത്. പിന്നെ മുരിങ്ങക്കായയുടെ കാമ്പ് തോരൻ വെച്ചത്. പിന്നെ മാങ്ങ കറി എന്ന് വെച്ചാൽ മാങ്ങ അച്ചാർ. പിന്നെ പപ്പടം കൊണ്ടാട്ടമൊക്കെ ഉണ്ട്, വേണമെങ്കിൽ എടുക്കാം. കൊണ്ടാട്ടം എടുക്കട്ടെ, ഞാൻ ഇഷ്ടം മുളക് കൊണ്ടാട്ടാണ്. ഒരു മുളക് കൊണ്ടാട്ടം എടുത്തു ഉണയിക്കും. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.